പ്രിയമുള്ളവരെ, പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അതായത് പഴഞ്ചൊല്ലിൽ പറയുന്നതിൽ തള്ളിക്കളയാൻ ഒന്നും ഇല്ല എന്ന്. എങ്കിലും ഞാൻ കേട്ടു മറന്ന ഒരു പഴഞ്ചൊല്ലിൽ എവിടെയൊക്കെയോ പതിരുണ്ട് എന്ന് ചിലപ്പോഴൊക്കെ തോന്നുകയും തോന്നാതിരിക്കുകയുമുള്ള പഴഞ്ചൊല്ല് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന് തോന്നിയപ്പോൾ എൻ്റെ മനസ്സിൽ മധുരിക്കുന്ന ഓരോ ഓർമ്മകൾ വന്നു. അപ്പോൾ മധുരിക്കുന്ന ഓർമ്മകളിലൂടെ സഞ്ചരിക്കുമ്പോഴും കൂടിയാണ് നമ്മളുടെ ജീവിതം പൂർണ്ണമാകുന്നതും ധന്യമാകുന്നതും. അതുകൊണ്ടാണ് കവികൾ പാട്ടുണ്ടാക്കിയത്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാൻ ചുവട്ടിൽ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാൻ ചുവട്ടിൽ. നല്ല പാട്ടല്ലേ? ശരിക്കും ഓർമ്മകളിലേക്ക് നമ്മൾ പോകുന്ന ഒരു പാട്ട്. എനിക്കും അങ്ങനെ ഈ പഴഞ്ചൊല്ല് പറയണമെന്ന് തോന്നിയപ്പോൾ എനിക്കും അങ്ങനെ ഒരു പാട്ട് ഓർമ്മ വന്നു, ഒരു മധുരിക്കുന്ന ഓർമ്മ വന്നു. എന്തെന്നാൽ എൻ്റെ വീട്ടിൽ എനിക്ക് പണ്ട് എൻ്റെ ഗ്രാമത്തിലെ എൻ്റെ വീട്ടിൽ തറവാട്ട് വീട്ടിൽ നടന്നൊരു കാര്യം. തറവാടെന്ന് പറയുമ്പോൾ കുറച്ച് നെല്ലും കുറച്ച് തേങ്ങയും കുറച്ച് കൊയ്ത്തുമൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് വാഴയും അങ്ങനെ കുറച്ച് കൃഷികളെല്ലാം ഉണ്ടെങ്കിൽ മുറ്റത്ത് വലിയൊരു എരുത്തിലല്ല, അവിടെ ആല എന്നാണ് പറയുന്നത്. ആലയും പിന്നെ തേങ്ങയിടാനൊരു തേങ്ങാപ്പുരയും നെല്ലിടാനൊരു നെല്ലിപ്പുരയും എല്ലാം ഉണ്ടെങ്കിൽ ഒരു പ്രൗഢിയുള്ള ഒരു കുടുംബ ചുറ്റുപാടാകും. അവിടെ ഒരു കാരണവത്തി ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ശാസിക്കുന്ന, കുറ്റം കാണുന്ന, എല്ലാം അവരുടെ മാത്രം പോകണമെന്ന് വിശ്വസിക്കുന്ന ഒരു കാരണവർ മുണ്ടും നേരിയതെല്ലാം ഇട്ട് മുണ്ടും വേഷ്ടിയെല്ലാം ഇട്ട് എപ്പോഴും ഇങ്ങനെ പാറാവുകാരനെ പോലെ മുറ്റത്തും പറമ്പിലും എല്ലാം നടക്കും. പറമ്പെന്ന് പറയുന്നത് അവിടെ വളപ്പെന്നാണ് പറയുന്നത്. അവിടെ എല്ലാം നോക്കി ഇങ്ങനെ നടക്കും. അപ്പോൾ എൻ്റെ വീട്ടിലും അങ്ങനെ എരുമയും പശുവും പോത്തും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം വളർത്താൻ ആലയും എല്ലാം ഉണ്ടായിരുന്നു. ഈ ആല എന്ന് പറയുന്ന സംവിധാനം മുള കൊണ്ടാണ് മേൽക്കൂര ഉണ്ടാക്കുന്നത്. മുളക്കൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഉള്ളെല്ലാം ഇങ്ങനെ ബോട്ടിൽ പോലെ ഇരിക്കുകയാണ്. ഓരോ മുട്ടും ഒരു മുട്ട മുതൽ മറ്റേ മുട്ട വരെ നല്ല ബോട്ടിലാണ്. അതിലെന്തിട്ടാലും അറിയുകയില്ല. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ചുരുക്കി പറയാം, എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ എപ്പോഴും വൈകുന്നേരമാകുമ്പോൾ ചില്ലറ പൈസകളെല്ലാം ഒരുപാട് കൊണ്ടു കൊടുക്കും. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് പൈസ സമ്പാദിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയത് കൊണ്ടാവാം അമ്മ പലതും ആലോചിച്ച്. വീട്ടിൽ വെച്ചാലൊന്നും പറ്റില്ല, കുടുംബക്കാരെല്ലാവരും ഉണ്ട്, ആരെങ്കിലും കണ്ടുപിടിച്ചാൽ കാരണവർ അറിയിച്ചാൽ ഭയങ്കര ശിക്ഷയാണ്. അതുകൊണ്ട് അമ്മ ഒരു വഴി കണ്ടുപിടിച്ചു. ഈ എരുത്തിൻ്റെ കഴുക്കോലിലുള്ള മുളയിൽ ചെറിയ വിടവുകളുണ്ടാക്കി അതിൽ കുറേശ്ശെ നാണയങ്ങളിട്ട് സമ്പാദിക്കാൻ തുടങ്ങി. അപ്പോൾ 2-3 മുളകളെല്ലാം വെട്ടി. അപ്പോൾ ഈ മുളകളെല്ലാം ഇങ്ങനെ വെട്ടിവെച്ചതൊന്നും ആരും അത്ര ശ്രദ്ധിക്കത്തില്ല. അമ്മയ്ക്ക് എപ്പോഴും ജോലിയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴെങ്കിലുമൊക്കെ ആ മുളകളിൽ ഊട്ടകളുണ്ടാക്കി പൈസകൾ നിക്ഷേപിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതാരും അറിഞ്ഞതേയില്ല. അമ്മയ്ക്ക് വളരെ സന്തോഷവും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മുളയെല്ലാം പഴകി വരുമ്പോൾ അത് മുള മൊത്തത്തിൽ മാറ്റി ആല പണിയുന്നൊരു സമ്പ്രദായമുണ്ട്. 2 വർഷം കഴിയുമ്പോഴൊക്കെയാണ് അത് പണിയുന്നത്. അപ്പോൾ ഒരു ദിവസം ഓർക്കാപ്പുറത്ത് കാരണവർ പ്രഖ്യാപിച്ചു, നാളെ മുളയെല്ലാം മാറ്റി ആല മേയാൻ ആളുകൾ വരും, അവർക്ക് ആഹാരമെല്ലാം വെച്ച് കൊടുക്കണം, അതിനുള്ള എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയൊന്ന് ഞെട്ടി. ആ ഞെട്ടൽ എൻ്റെ അമ്മൂമ്മ കണ്ടിരുന്നു. പക്ഷേ അമ്മൂമ്മക്ക് അത് മനസ്സിലായില്ല. പണി ഒരുപാടുള്ളത് കൊണ്ടായിരിക്കാം, കാര്യം നടുനിർക്കാൻ നേരമില്ലാത്ത പണിയുള്ള എൻ്റെ അമ്മയാണ്. അതുകൊണ്ടായിരിക്കാം അവളങ്ങനെ ഞെട്ടിയെന്ന് അമ്മൂമ്മ വിചാരിച്ചു. ഒന്നും പറഞ്ഞില്ല. ആ ഞെട്ടലിൽ അമ്മ മോചിതയായതേയില്ല. അന്ന് രാത്രി ഉറങ്ങി കാണില്ലായിരിക്കാം. രാവിലെ എണീറ്റ് അമ്മ ഇങ്ങനെ വെപ്രാളപ്പെട്ട് പാരാദൂരപ്പെട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ജോലിയിലൊന്നും ഒരു ശ്രദ്ധ ഉണ്ടാകുന്നതേ ഇല്ല. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ അമ്മമ്മ ചോദിച്ചു, നീ എന്തേ അടികൊണ്ട പാമ്പിനെ പോലെ നടക്കുന്നതെന്ന്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അമ്മ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ 8:30 മണിയായപ്പോൾ ജോലിക്കാർ വന്നു. അമ്മയാകെ പരവേശത്തിലായി. അമ്മയ്ക്കത് പൊട്ടിച്ചെടുക്കാനോ നോക്കാനോ കാണാനോ ഒന്നും പറ്റിയില്ല. അമ്മയുടെ പൈസയെല്ലാം 2-3 മുളകളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അമ്മ അങ്ങനെ വിഷമിച്ച് നടന്നപ്പോൾ അമ്മയ്ക്ക് പിന്നെയും തോന്നി ഇതെന്തോ പന്തികളുണ്ടെന്ന്. പക്ഷേ ചോദിച്ചില്ല. അങ്ങനെ മുളയെല്ലാം മാറ്റി എല്ലാം മാറ്റി കഴിയുമ്പോൾ ആ മുളയെല്ലാം 2-3 മുളകളെല്ലാം ഒന്നിച്ച് ചേർത്ത് വെച്ച് കെട്ടി ഒരു കുഴിയിൽ ഇങ്ങനെ താഴ്ത്തി കച്ചി ഇങ്ങനെ ചുറ്റി വെക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ മുളയുടെ പൊക്കം വരെ കച്ചി ഇങ്ങനെ ചുറ്റാം. അതിനാണ് കച്ചിത്തുറു എന്ന് പറയുന്നത്. അങ്ങനെ കച്ചിത്തുറു ഉണ്ടാക്കാൻ കുറേ മുളകളെല്ലാം കുഴിച്ചിട്ട് കഴിഞ്ഞു. ബാക്കിയുള്ളതെല്ലാം ജോലിക്കാർ കീറിയിട്ട് വിറകെത്തിക്കേണ്ട പരുവത്തിലാക്കി വെച്ചു. അമ്മ വളരെ വിഷമിച്ച് വേദനിച്ചു. ഒന്നും മിണ്ടിയില്ല. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ അറിയാതെ
പൊട്ടിക്കരഞ്ഞുപോയി. പൊട്ടിക്കരഞ്ഞപ്പോൾ എൻ്റെ അമ്മമ്മ ചോദിച്ചു, എന്തേ എൻ്റെ മോളിങ്ങനെ പൊട്ടിക്കരയുന്നത്? അപ്പോൾ വീണ്ടും വീണ്ടും കരഞ്ഞപ്പോൾ അമ്മമ്മ പിന്നെയും ചോദിച്ചപ്പോൾ അമ്മ സത്യം പറഞ്ഞപ്പോൾ എൻ്റെ അമ്മമ്മ വല്ലാതങ്ങ് ചിരിച്ചു. ആ ചിരിയിലൊരു സൗന്ദര്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നറിയാം, എൻ്റെ അമ്മമ്മയ്ക്ക് നീണ്ട കാതുണ്ടായിരുന്നു. കാര്യം തക്കയിട്ട് ഇങ്ങനെ തൂങ്ങി ഈ തോള് വരെ എത്തുന്ന കാത് ഇങ്ങനെ ഊഞ്ഞാലാട്ടുന്ന കഥക്കെ ഇങ്ങനെ ഊഞ്ഞാലാടും, നമ്മളെല്ലാം പിടിച്ചാട്ടാറുണ്ട്. അപ്പോൾ അമ്മമ്മ അങ്ങനെ അത് ചിരിച്ചിങ്ങനെ തക്ക ആടി ആടി ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കും വല്ലാതെ സന്തോഷം തോന്നി. ഞാനും അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മമ്മേനെ മടിയിൽ പിടിച്ചെടുത്ത് പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂ എന്ന്. അപ്പോൾ അമ്മമ്മ പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അമ്മ അത് പറഞ്ഞപ്പോൾ അമ്മ വല്ലാതെ ചിരിച്ചു. എന്നിട്ട് അമ്മമ്മ വല്ലാതെ ചിരിച്ചു, സങ്കടത്തോടെയാണെങ്കിലും. അമ്മമ്മ പിന്നെയും പറഞ്ഞു, നിനക്ക് എന്നെ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ആ പൈസ എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ അരിയും കലത്തിൽ സൂക്ഷിച്ചേനെ എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മമ്മ പറഞ്ഞു, വളി പോയിട്ട് ചന്തി തപ്പിയിട്ട് കാര്യമില്ലെന്ന്. അങ്ങനെ ഒരു ചിരിച്ചൊരു മധുരിക്കുന്ന ഓർമ്മ എനിക്ക് മനസ്സിലുണ്ട്. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു. ഞാൻ ഇതിൻ്റെ അർത്ഥവുമായി പിന്നീട് വരാം. നന്ദി, നമസ്കാരം.